നമസ്കാരം. എയർ ഇന്ത്യയിലെ പണി നിർത്തിയ പരമനാറികളോടും എയർ ഇന്ത്യ അങ്ങോട്ട് പുനരുദ്ധരിക്കാൻ വേണ്ടി ഇതിനെ അങ്ങോട്ട് ഏറ്റെടുത്ത അതിൻ്റെ മുതലാളിയോടും കൂടി പറയുന്നത്, നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ ഈ സാമാനം എടുത്ത് മാറ്റിക്കൊണ്ട് പോ. ഞങ്ങൾ പൈസ കൂടുതൽ മുടക്കിയാണെങ്കിലും എമിറേറ്റ്സോ എത്തിഹാദോ ഫ്ലൈ ദുബൈയോ എത്യോപ്യയോ ഒക്കെ എടുത്ത് ആശ്രയിച്ച് ഞങ്ങൾ നാട്ടിൽ പൊക്കോളാം. നിങ്ങൾ ഈ മോഹന വാഗ്ദാനം ഓഫർ തന്നിട്ട് ബോർഡിംഗ് പാസ് കഴിച്ചിട്ട് ഫ്ലൈറ്റ് ഇല്ല, നിങ്ങളുടെ 300 സ്റ്റാഫ് പണി മുടക്കി, അവർക്ക് ഹോട്ടൽ സംവിധാനം കൊടുത്തില്ല, അവർക്ക് ഒറ്റയ്ക്ക് റൂം കൊടുക്കണം, അവർക്ക് സാലറി കുറവാണ്, വർക്കിംഗ് അവേഴ്സ് കൂടുതലാണ് എന്നൊക്കെ പരാതിപ്പെടുന്നവൻ അങ്ങ് പിടിച്ചങ്ങ് മാറ്റിയിട്ട് വല്ല ബംഗാളികളെ പണിക്ക് വെക്ക്. അവർ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുക, അവരെ ഒന്ന് പഠിപ്പിച്ചാൽ മതി. ഇതിനകത്ത് വലിയ പണികളൊന്നുമില്ല. അവിടെ ഇവിടെ ഇരിക്കുന്നവർക്ക് അവർ കുറച്ച് ഭക്ഷണം കൊടുക്കാൻ കേറ്ററിംഗ് പിള്ളേരെ നിർത്ത്, നാട്ടിലെ കേറ്ററിംഗ് പിള്ളേരെ നിർത്ത്. 500 രൂപ കൊടുത്താൽ മതി, അവർ വന്ന് ഫ്ലൈറ്റിൽ ചെയ്യും. പൈലറ്റിനെയൊക്കെ സെപ്പറേറ്റ് വെച്ചോ, നിങ്ങൾ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരെ വെക്ക്. അവർ ഈ പറയുന്ന ബംഗാളികളെ വെച്ചോ. നീ എന്തിനാ ഈ നാറുകളെ വെക്കുന്നത്? മലയാളികൾക്ക് 8ന് പണി തരാൻ വേണ്ടി കഷ്ടപ്പെട്ട് 2-3 വർഷം ഗൾഫിലൊക്കെ പണിയെടുത്ത് കഴിഞ്ഞിട്ട് അവരുടെ മുതലാളിമാരോടും അല്ലെങ്കിൽ കമ്പനിയിൽ നിന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് കാലെ പിടിച്ച് ലീവ് എടുത്തൊരു 10-30 ദിവസം ഒന്ന് സ്വന്തം അപ്പനെ അല്ലെ ഉപ്പയെ അല്ലെങ്കിൽ അപ്പനെ ഭാര്യ മക്കളെ അല്ലെങ്കിൽ വയ്യാതിരിക്കുന്നവർ കാണാൻ വേണ്ടി ആറ്റുനോറ്റ് നിങ്ങളുടെ വിശ്വസിച്ച് ഈ എയർപോർട്ടിൽ വന്ന് ടിക്കറ്റ് എടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ടിക്കറ്റ് എടുത്തിട്ട് എയർപോർട്ടിൽ വന്നു കഴിഞ്ഞ് കെട്ടും പാണ്ഡവായിട്ട് വന്നിട്ട് അവിടെ വന്നിട്ട് ടിക്കറ്റില്ല, ബോർഡിംഗ് പാസ് ഇല്ല, നിങ്ങളുടെ പിള്ളേരെല്ലാം സമരം ചെയ്യുന്നു, മാങ്ങാത്തൊലി എന്ന് പറഞ്ഞ് അവിടെ നിർത്തുമ്പോണ്ടല്ലോ വരുന്ന കണ്ണുനീരുണ്ടല്ലോ, അവരുടെ കണ്ണുനീര് വിഷമം, അതൊരു പ്രവാസി ആയാലും നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. പ്രവാസത്തിലേക്ക് വിട്ട് കഴിയുമ്പം എല്ലാവരും അവർക്ക് സുഖിച്ച് പണ്ടാരടക്കിയിട്ടാണ് നാട്ടിലോട്ട് വരുന്നതെന്ന് അല്ലേ? എയർ ഇന്ത്യ അല്ല, മൈർ ഇന്ത്യ. ഇനിയിപ്പോൾ ഇന്ത്യ എന്ന വാക്ക് പറഞ്ഞുകൊണ്ട് പേര് ദേശദ്രോഹ കുറ്റത്തിന് അങ്ങോട്ട് ജയിലിൽ വിടുവാണെങ്കിൽ ഞാൻ പറഞ്ഞ് എയർ ഇന്ത്യ എന്ന് പറയുന്ന വാക്ക് മാറ്റണമെന്നാണ് പറയുന്നത്. ഇവന്മാരുടെ കുറേ നാളായി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. എന്തോ നാടേ പോയി ചത്തുകൂടെ നിനക്കൊക്കെ? നിൻ്റെയൊക്കെ ഫ്ലൈറ്റ് വല്ല പാട്ടപറക്കും കൂടെ. എന്നിട്ട് ഞങ്ങളെ ആശ്രയിച്ചോളാം, ഞങ്ങൾ എമിറേറ്റ്സിനെ ആശ്രയിച്ചോളാം. ഞങ്ങൾ സിംഗപ്പൂർ വഴി വന്നോളാം, ഇസ്രയേലിൽ നിന്ന് സിംഗപ്പൂർ വഴിയോ അല്ലെങ്കിൽ അന്റാർട്ടിക്ക വഴിയോ കപ്പൽ മാർഗത്തിൽ വന്നോളാം. നിങ്ങളിങ്ങനെ ഇടുന്നത് കൊണ്ട് നമ്മുടെ ഒരു 10,000 രൂപ ലാഭം അല്ലെങ്കിൽ 20,000 രൂപ ലാഭം അത് കുടുംബത്തിന് വേണ്ടി സേവ് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് ആശ്രയിക്കുന്നവൻ്റെ ആസനത്തിലേക്ക് നിങ്ങളുടെ എയർ ഇന്ത്യ എന്ന് പറയുന്ന സാമാനം കൊണ്ട് ഇനി വരരുത്. ഒരാൾ പോലും, ഒരു മലയാളി പോലും എയർ ഇന്ത്യ ആശ്രയിക്കരുത്. എയർ ഇന്ത്യയിൽ ഏറിക്കൂടെ പോകുമ്പോൾ മഴവെള്ളം വന്ന് പരാതിപ്പെട്ട ഒരു സംഭവം അറിയാം. ഇതിനു മുന്നേ ഇസ്രയേൽ കുറച്ച് പേരിവിടെ കെട്ടിക്കിടന്നു. അതുപോലെ പലയിടത്ത് എത്ര പേരുടെ ജോലി നിങ്ങൾ കാരണം കളഞ്ഞെന്നറിയാം. എത്ര പേർ? ഈ 300 പേരെ പിരിച്ചുവിടുക മാത്രമല്ല, ഇനി മേലെ ഒരു എയർ സ്പേസിലും ഒരു എയർപോർട്ടിലും ഇവർക്ക് പണി കൊടുക്കാത്ത രീതിയിൽ ബാൻ ചെയ്യിക്കണം ഇവരെ കൊണ്ട്. നിങ്ങൾ കേൾക്ക്, നിങ്ങൾ കാരണം ജോലി പോയവർ നാട്ടിൽ നിന്നോളാൻ പറയണം. എന്തോ ചെയ്യണം പറ. അപ്പോൾ ഇന്നലെ രാത്രി 10:40 ഇവിടെ ആദ്യ വിമാനം റദ്ദാക്കിയത്. അപ്പോൾ ആ സമയത്തൊന്നും നിങ്ങൾക്ക് ഒരു അറിയിപ്പും തന്നില്ല? ഇന്ന് രാവിലെ 8 ഒന്നും വന്നിട്ടില്ല. ഇന്ന് ഇവിടെ വരുമ്പോഴേ അറിയുന്നത്. അപ്പോൾ ഇവരെന്താ വിശദീകരണം പറയുന്നത്? ഇവർ പറയുന്നത് വേറെ ദിവസത്തേക്ക് ഡേറ്റ് ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, വേറൊരു ദിവസത്തേക്ക് ഡേറ്റ് ചേഞ്ച് തന്നാൽ നിങ്ങൾ മനസ്സിലാക്കണത് റീ എൻട്രി എന്നൊരു സംഭവമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ മെയ് 10 തിരിച്ചിവിടെ എത്തണം എന്ന് പറഞ്ഞാൽ മെയ് 9 അല്ലെങ്കിൽ മെയ് 8 അല്ലെങ്കിൽ മെയ് 9 ടിക്കറ്റ് എടുക്കുന്ന കാര്യം. ഒരു ദിവസം കൂടി ഈ പറയുന്ന മാതാപിതാക്കളോടൊപ്പം മക്കളോടൊപ്പം നിൽക്കാനുള്ള കൊതി പിന്നീട് 1-2 വർഷം കഴിഞ്ഞേ കാണത്തുള്ളൂ. ആ ഒരു വിഷമം പ്രവാസിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇത് മനസ്സിലാക്കാത്ത ഫ്ലൈറ്റ് ഓടിക്കുന്ന, പിന്നെ എയർ ഇന്ത്യ ക്യാൻസലാക്കുമ്പോൾ സ്പോട്ടിൽ മറ്റ് ഫ്ലൈറ്റുകാർ വില കുത്തനെ കൂട്ടും. കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്പേസിൽ നിന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന സ്പേസിലേക്ക് ഞങ്ങളൊന്ന് കൊണ്ടുപോയാൽ മതി. മഴ വന്നോട്ടെ, മഞ്ഞ് വന്നോട്ടെ, ഉൽക്ക പൊട്ടി തെറിച്ചോട്ടെ, അതൊക്കെ സമ്മതിക്കാം. ക്ലൈമറ്റിക്കൽ ചേഞ്ച് സംഭവിക്കാം. എന്നാൽ സ്വന്തം തൊഴിലാളികൾക്ക് മാന്യമായ രീതിയിൽ അവർക്ക് ഒരു സെക്യൂർ കൊടുക്കാത്ത, അവർക്ക് പോലും അവരെ വർക്കിംഗ് അവേഴ്സ് കൂടുതലാണ്, അവർക്ക് ഹോട്ടൽ സംവിധാനമില്ല, അവരെ ഇട്ടങ്ങ് ജോലി ചെയ്യിക്കുകയാണ് എന്നൊക്കെ പറയുന്ന ഒരു എയർ ഇന്ത്യ സംവിധാനത്തെ ഇനിയും വിശ്വസിച്ചുകൊണ്ട് ടിക്കറ്റ് എടുത്താൽ ഇതുപോലെ ഒരുപാട് പേർക്ക് അറിയേണ്ടി വരും. ഒരു ചേച്ചി ഇരുന്ന് കരയുന്നത് കണ്ടു. ആ ചേച്ചിയുടെ ഭർത്താവ് ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലിലാണ്. എയർ ഇന്ത്യ ആശ്രയിച്ചു. ഇനിയിപ്പോൾ ഭർത്താവിനെ കാണാൻ പറ്റുമോ ഇല്ലയോ? ഇതാണ് ചോദ്യം. അതായത് ഉത്സവം വരുമ്പം ടിക്കറ്റ് വില കൂട്ടി നിൽക്കുമ്പോഴും ഒരു പ്രവാസിയും പരിഭവം പറഞ്ഞിട്ടില്ല. 5, 6, 7, 8 മണിക്കൂർ എയർപോർട്ടുകളിൽ ഇരിക്കുമ്പോൾ പരിഭവം പറഞ്ഞിട്ടില്ല. കാര്യം പ്രവാസിയുടെ അത്രയും ക്ഷമ നാട്ടിൽ ജോലി ചെയ്യുന്നവർക്കില്ല. പ്രവാസികൾ ഏത് പണിയെടുക്കും. പക്ഷെ പ്രവാസികളെ ഇതുപോലെ ഊമ്പിക്കാൻ നിൽക്കരുത്. എയർ ഇന്ത്യ, മൈർ ഇന്ത്യ ഇതിങ്ങനെ തന്നെ പറയും. ഇനി എയർ ഇന്ത്യ ആശ്രയിച്ചാൽ അത് നമുക്ക് നഷ്ടവും നമ്മുടെ പൈസ നഷ്ടവും, ചിലപ്പോൾ അറ്റാക്ക് വരും നമുക്ക്. ഇനി എയർ ഇന്ത്യ ആശ്രയിച്ചാൽ അറ്റാക്ക് വരുന്നൊരവസ്ഥ വരും.
അതുകൊണ്ട് അവരെ പിരിച്ചുവിടുക മാത്രമല്ല, ഇനി എയർ സ്പേസ് അല്ലെങ്കിൽ എയർപോർട്ട് മാനേജ്മെൻറ്റിൽ ഒരിടത്തും അവർക്ക് പണി കിട്ടരുത്. അവർ പോയി വാർക്കപ്പണി എടുക്കട്ടെ, കഷ്ടപ്പാട് എന്താണെന്ന് അറിയട്ടെ.